എൻ്റെ ഡ്രസ്സ് ആരും തൊടും വേണ്ട മടക്കി വെക്കും വേണ്ട ഞാൻ തന്നെ ചെയ്തുകൊണ്ടെന്നും പറഞ്ഞാൽ അത് കൂട്ടി പിടിച്ച് നടക്കുന്ന അവസാനുവിനെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 6 മണിയായപ്പോൾ എനിക്കൊരു ഉള്ളുവിളി അങ്ങോട്ട് വന്നു. എന്താണ് എൻ്റെ റൂമിൻ്റെ കോലം എങ്ങനെ ഇതൊക്കെ എനിക്ക് ക്ലീനാക്കി വെച്ചുകൂടെയെന്ന്. സത്യം പറഞ്ഞാൽ ഒരു 4 ദിവസമായിട്ട് എനിക്ക് മടിയാണ്. എന്താ മടിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ കാരണം കണ്ടെത്താൻ ഞാൻ എന്നും ശ്രമിക്കും. അപ്പോഴും എനിക്ക് പിന്നെയും മടി വരും. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്താൻ പറ്റണില്ല. ഈ മടിക്കൊന്നെ കൊണ്ട് ഞാൻ അങ്ങോട്ട് തോറ്റു. എന്നിട്ട് ഞാൻ എന്ത് വിചാരിച്ചു, ഏതായാലും ഇതിന് ഒരുങ്ങിയില്ല, അതുകൊണ്ട് മടക്കി വെച്ച് ഫുള്ളാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സുമൊന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ താഴത്തായിരുന്നു ടൈലുമെന്ന് കൊണ്ടുവന്നിട്ടത്. ഞാൻ മേലേക്ക് പോലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ വലിച്ചു വാരി കടിക്കുന്നു. എന്നിട്ട് അതൊക്കെ മേലേക്ക് കൊണ്ടുവന്ന് അൾമാറിൻ്റെ ഉള്ളിൽ കയറിക്കും. അവിടെ നിന്നും കിട്ടി തിരുമ്പാനുള്ളത് കേട്ടോ. എൻ്റെ കെട്ടിയവർക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഓടുന്ന ഊരിന് അവിടെ തന്നെ ഇട്ട് പോകട്ടെ. ചെറിയ കുട്ടിയാണ് ഇപ്പോഴും. ചില കാര്യങ്ങൾ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചിലവർക്കത് മാറൂലല്ലോ. മൂപ്പരെ ചോരയിലുള്ളൊരു സ്വഭാവമാണത്. അതുകൊണ്ട് അത് മാറാനും പോണില്ല. ഇപ്പം ഞാൻ പറയലുമില്ല കേട്ടോ, ഞാൻ തന്നെ അങ്ങനെ എടുത്തൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചെറിയ രീതിയിലൊരു മഴ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ ഒന്ന് വാക്വം ക്ലീനർ കൊണ്ട് പൊടിയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് മാത്രം. ഇപ്പോൾ തുടക്കണില്ല കേട്ടോ. കാരണം തുടക്കം കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറ്റേ ക്ഷീണിക്കുക. അതിൻ്റെ ഇടയിൽ ആ മഴ കൂടി കണ്ടപ്പോൾ എനിക്ക് മടി പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. വാക്വം ക്ലീനർ കണ്ട അല്ലുമോനും അസാനും അടങ്ങി അവിടെ ഇരുന്നോളൂ. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് റൂമായിട്ട് തുറന്ന് നോക്കിയപ്പോൾ എന്തൊരു ചൊറുക്കാന്നറിയാം. ചുമരുങ്ങൾ മൈൻഡ് ആക്കണ്ട, അല്ലുമോൻ കുത്തി വരണാണ്. അസാനുവിൻ്റെ കുത്തിവര കഴിഞ്ഞിട്ട് വേണം ഇനി പെയിൻ്റ് അടിക്കാൻ. അല്ലാതെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഥ ആവില്ല. പിന്നെ എന്നിട്ട് ഞാൻ ഇന്നെ തന്നെ നോക്കി അൾമാറിൻ്റെ മുന്നിലല്ല കണ്ണാടൻ്റെ മുന്നിൽ കുറച്ച് നേരം അങ്ങോട്ട് നോക്കിയിരുന്നു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.